അതാ ആ ദൂരെ കാണുന്നതാണ് കേദാർനാഥ്. നമുക്ക് അവിടെയാണ് ഇനി എത്തേണ്ടതും. നമ്മൾ ഈ മലക്കയറ്റം മുഴുവനും അങ്ങോട്ടേക്കാണ്. കേദാർനാഥ് അതിശയകരമായ ഒരു പ്രദേശമാണ്. ശിവ മന്ത്രോച്ചാരണത്തിന് ഇവിടെ തികച്ചും പുതിയ മാനവും പ്രാധാന്യവും കൈവരുന്നു. ശിവ എന്ന ശബ്ദത്തിന്റെ പ്രാധാന്യത്തിനനുസൃതമായി തന്നെയാണ് ഈ കേദാർനാഥിനെ രൂപപ്പെടുത്തിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഭൂമിയിൽ ശിവ എന്ന ശബ്ദം കേദാർനാഥിൽ നിന്നും ഉത്ഭവിക്കുന്നത് പോലെയാണ്. ഈ ദിവ്യമന്ത്രത്തിന്റെ പ്രതിധ്വനിയായി തന്നെയാണ് ആയിരക്കണക്കിന് വർഷങ്ങളായി ആളുകൾ കേദാർനാഥിനെ അനുഭവിക്കുന്നതും അങ്ങോട്ടേക്ക് പോകുന്നതും. ഇപ്പോൾ ഗൗരികുണ്ടിൽ നിന്ന് നമ്മളിപ്പോൾ ഒരു 3 കിലോമീറ്റർ ദൂരം താണ്ടിയിരിക്കുകയാണ്. ഗൗരികുണ്ടിൽ നിന്ന് യാത്ര തുടങ്ങി 3 കിലോമീറ്റർ കഴിഞ്ഞിരിക്കുന്നു. ഗൗരികുണ്ടിൽ നിന്നും കുതിരപ്പുറത്ത് യാത്ര ചെയ്തിട്ട് ഇപ്പോൾ 3 കിലോമീറ്റർ കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം 3/4 മണിക്കൂറോളം 40 മിനിറ്റാണ് 3 കിലോമീറ്റർ താണ്ടാൻ കുതിരപ്പുറത്ത് എടുത്തത്. ആത്മീയ ഉന്നമനം തേടുന്ന ഏതൊരു വ്യക്തിക്കും കേദാർനാഥ് അവിശ്വസനീയമായ അനുഗ്രഹം തന്നെയാണ്. അതിന്റെ പരിണത ഫലങ്ങൾ വാക്കുകളിൽ വിവരിക്കാനാവില്ല എന്ന് തന്നെയാണ് പലരും വിശ്വസിക്കുന്നത്. ഭൗതികമായി പറഞ്ഞാൽ അത് ഒരു പാറക്കെട്ട് മാത്രമാണ്. എന്നിരുന്നാലും ആയിരക്കണക്കിന് വർഷങ്ങളായി ഇവിടെ വസിച്ചിരുന്ന ആളുകൾ ഈ സ്ഥലത്തിന്റെ സ്വഭാവത്തിൽ വരുത്തിയ മാറ്റമാണ് കേദാർനാഥിനെ അനന്യമാക്കുന്നത്. ഇത് നിരവധി യോഗികൾ ശരീരം ഉപേക്ഷിച്ച സ്ഥലമാണ്. കേദാർനാഥ് നേരിട്ട് അനുഭവിക്കേണ്ട ഒന്ന് തന്നെയാണ്. നിങ്ങൾ ഭാരതത്തിൽ ജനിച്ച ഒരാളാണെങ്കിൽ, കൃത്യമായും ഭാരതീയനാണെങ്കിൽ, ഭാരതത്തിൽ ജനിച്ച ആളാണെങ്കിൽ, പ്രായമായ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവില്ലാത്ത ആളാകുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും നിങ്ങൾ ഹിമാലയത്തിലെത്തണം. കേദാർനാഥിലെത്തി കേദാർനാഥനെ കാണണം. മലമുകളിലേക്ക് കയറി പോകുന്നതിന്റെ ഒരു വീക്ഷണമാണ്. താഴെ വലിയ ഗർത്തങ്ങളാണ്. ഇത്തരത്തിലുള്ള ദുർഘടമായ വഴിയിൽ കൂടിയാണ് നമ്മൾ പോകേണ്ടത്. കുതിരപ്പുറത്ത് ആണെങ്കിൽ കൂടിയും യാത്ര അത്ര സുഖകരമല്ല. കാൽനടയായി പോകുന്നവർ ധാരാളമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വെള്ളച്ചാട്ടങ്ങൾ, തണുത്ത ജലത്തിന്റെ ആ നീരുറവകളിൽ നിന്നുള്ള ചാട്ടങ്ങൾ, വെള്ളച്ചാട്ടങ്ങൾ ഇതെല്ലാം നമ്മൾ കണ്ടാണ് ഈ പ്രകൃതി ദൃശ്യം മനോഹരമായി ആസ്വദിച്ചാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ കേദാർനാഥില് ഈ യാത്ര വളരെ വിശാലമാണ്. ആ വഴികളുടെ ഒരു യാത്ര. ഇവിടെ ഒരു ചെറിയ ഇടത്താവളമാണിത്. ഇവിടെ ഒരു വിശ്രമ സ്ഥലമാണ്. ഇതൊരു ഇടത്താവളമാണ്, വിശ്രമ കേന്ദ്രം. അപ്പോൾ ആ വിശ്രമ കേന്ദ്രം നമ്മൾ നിൽക്കുന്നു. അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അങ്ങ് മുകളിൽ വെള്ളി മല കാണാം. അതായത് മഞ്ഞുമലയാണ്. അത് വെള്ളി പൂശിയതുപോലെ മഞ്ഞുമല കാണാം. അപ്പോൾ ഞാനിവിടുത്തെ വിശ്രമ കേന്ദ്രത്തിൽ ഒരു പോങ്ഡാൽ എന്ന് പറയുന്ന പോങ്ഡാൽ കഴിച്ചു. ആ പോങ്ഡാൽ എന്ന് പറയുന്ന വറുത്ത പയറാണ്, നല്ല മധുരമുള്ളതാണ്. അത് ഞാൻ നമ്മുടെ വേസ്റ്റ് ബോക്സിലേക്ക് ഇടുകയാണ്. അത് കഴിഞ്ഞാൽ ഇവിടെ കുതിരകളുടെ വിശ്രമ കേന്ദ്രമാണ്. കുതിരകൾ വിശ്രമിക്കുന്നു. മാത്രമല്ല ഇവിടെ നിന്ന് വേണമെങ്കിലും കുതിര നമുക്ക്
കിട്ടും. അതിൻ്റെ കൗണ്ടർ ഇവിടെയുണ്ട്. ഇതാ ഇവിടെ പ്രധാനമായിട്ടും ഇതാ ഓണി പ്രീപെയ്ഡ് കൗണ്ടർ, ബിംബാലി ആ സ്ഥലത്തിൻ്റെ പേര്. ഓക്കെ, പത്ത് മിനിറ്റത്തെ ഇവിടുത്തെ വിശ്രമം കഴിഞ്ഞതാ വീണ്ടും യാത്ര തുടരുകയാണ്. ഇവിടെ കുതിരക്കാരൻ എന്തൊക്കെയോ വായിൽ എടുത്തിടുന്നുണ്ട്. അയാളുടെ ഊർജ്ജം ഇതാണ്. അവിടെ തുടങ്ങിയപ്പോഴേ അദ്ദേഹം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഇതുപോലെ ഒരു പാക്കറ്റ് പൊട്ടിച്ച് വായിലിട്ടിരുന്നു. അത് അവിടെ നിന്ന് ഇതുവരെ അയാൾക്കൊരു ഊർജ്ജം നൽകിയെന്നാണ് തോന്നുന്നത്. ഇപ്പോഴും ഒരു സംഗതി പൊട്ടിച്ച് വായിലിട്ടിട്ടുണ്ട്. എന്തായാലും ഇതാ ഇവിടെ ട്രാക്ടർ വന്നിരിക്കുന്നു. ഏത് വഴിയാണ് ഇവിടെ വന്നതെന്നറിയില്ല. ട്രാക്ടർ വന്നിരിക്കുന്നു. ചിലപ്പോൾ നമ്മൾ കടന്നു വന്ന വഴിയിൽ കൂടെ തന്നെയായിരിക്കും. കാരണം ഇത്രയും സാധനങ്ങൾ ഇവിടെ എത്തിക്കണമല്ലോ. അതാണ്ട് ഈ പൈപ്പ് പോലുള്ളിരിക്കുന്ന ഈ സാധനങ്ങൾ ഇവിടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് എത്തിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ട്രാക്ടർ എത്തിയത്. മിക്കവാറും ട്രാക്ടർ നമ്മൾ വന്ന വഴിയിൽ കൂടി തന്നെയാണ്. അത് ഈ തീർത്ഥാടകരില്ലാത്ത സമയത്തായിരിക്കും ആ ട്രാക്ടർ ഇവിടെ എത്തിയത്. അതുകൊണ്ടാണ് നമ്മൾ സൈഡിൽ ട്രാക്ടർ ഒതുക്കിയിരിക്കുന്നത് കാണുന്നത്. ഇത്തരം സാധനങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കും. എന്തായാലും ചെറിയൊരു വിശ്രമ കേന്ദ്രത്തിൽ നിന്നും ആൾക്കാർ വീണ്ടും യാത്ര തുടരുകയാണ്. കുതിരക്കാരൻ വളരെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഈ ഇത്രയും തിരക്കിനിടയിലൂടെ കുതിരയെ കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടുന്നുണ്ട്. എന്തായാലും വളരെ കൃത്യമായ കാഴ്ചകളാണ് നമ്മളിവിടെ കാണുന്നത്. യാത്ര തുടരുന്നു കേദാർനാഥിലേക്ക്. ഇതാണ് വഴി. അതുവഴി കയറി അതാ മുകളിലേക്ക് കാണുന്ന വഴി ആൾക്കാർ കയറി പോകുന്ന കാണാം. അവിടെ നിന്ന് ഇങ്ങനെ ആൾക്കാർ പോകുന്ന വഴി മുഴുവനും കടകളുടെ ഒരു ടാർപോളിൻ്റെ നിറം, നീല ടാർപോളിൻ്റെ നിറങ്ങളാണ്. ആ വഴി മുഴുവൻ ആണ് കേദാർനാഥിലേക്ക് പോകാനുള്ള വഴി. വളരെ ദുർഘടമായ വഴികൾ, കല്ലുപാകിയ വഴിത്താരകൾ. എന്തായാലും കേദാർനാഥ് സമുദ്രനിരപ്പിൽ നിന്നും 3515 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഈ കേദാർനാഥ്. നമ്മൾ അങ്ങോട്ടേക്കാണ് ഈ വഴികളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. കുത്തനെയുള്ള മലനിരയുടെ കല്ലുപാകിയ ഇടനാഴിയിലൂടെ 16 കിലോമീറ്റർ നീണ്ട ഒരു യാത്രയാണ് നമുക്ക് വേണ്ടത്. ഇടയ്ക്ക് ഭീമൻപാറയിലൂടെ ഒഴുകി വരുന്ന അരുവിയിൽ കൈകൂപ്പി വെള്ളം കുടിക്കാൻ നമുക്ക് കഴിയും. കുതിരയും നമുക്കും ഒക്കെ അവിടെ നിന്ന് വെള്ളം കുടിക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഭൂമിയിലെ സ്വർഗങ്ങളിൽ ഒന്ന് തന്നെയാണ് കേദാർനാഥും മലനിരകളും ഈ യാത്രയും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ ആരോഗ്യം ക്ഷയിക്കുന്നതിന് മുമ്പ് ഈ പ്രദേശങ്ങളിലെല്ലാം ഒന്ന് വരികയും ഇതെല്ലാം അനുഭവിക്കുകയും വേണം. കുതിരയ്ക്ക് വെള്ളം ദാഹിച്ചു. അങ്ങനെ കുതിര വെള്ളം കുടിച്ച് ഇവിടെ നിന്ന് തനിയെ തന്നെ വന്ന് വെള്ളം കുടിച്ചിട്ട് വീണ്ടും നടന്നു തുടങ്ങുകയാണ്. കുതിരയ്ക്ക് വെള്ളം ദാഹിച്ചു. അത് അവിടെ പോയി ആ നീര് കണ്ടപ്പോൾ അവിടെ തന്നെ പോയി അവിടെ ചെന്നിട്ട് കുടിച്ച് തനിയെ തന്നെ നടന്നു തുടങ്ങി.
കുതിര വളരെ സെൻസുള്ളതാണ്. അത് അതിൻ്റെ എളുപ്പമുള്ള വഴിയിൽ കൂടി കൃത്യമായിട്ടും കയറി മാറുകയാണ്. അപ്പുറത്ത് വലിയ സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ അതിൽ കയറാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് ഈ ചെറിയ സ്റ്റെപ്പ് വഴി കുതിര സ്വയം അതിൻ്റെ വഴി, അതിൻ്റെ പാത തിരഞ്ഞെടുക്കുന്നത്. അത് ആൾക്കാർ കുറുക് നടന്നു വരുന്നവർ കയറി വരുന്ന ഒരു കുറുക്ക് വഴിയാണ്. അതിൽ അവർ നടന്ന് അങ്ങ് ഇടയ്ക്ക് കയറുന്നുണ്ട്. കുതിരപ്പുറത്താണെങ്കിലും നമ്മൾ വളരെ ശ്രദ്ധയോടെ ബലം പിടിച്ച് കുതിരയിൽ മുന്നിൽ ഒരു ചെറിയ വളഞ്ഞ കമ്പി, നമുക്കൊരു ഹാൻഡിലുണ്ട് അവിടെ, അതിൽ പിടിച്ച് കാര്യമായിട്ടിരുന്നാൽ മാത്രമേ നമ്മൾ ഒന്ന് തെറിച്ച് വീഴാതിരിക്കുകയാണ്. അത്ര ദുർഘടമായ പാതയിലൂടെയാണ് കുതിര മാറിയും തിരിഞ്ഞുമൊക്കെ അതിന് സൗകര്യപ്രദമായ വഴിയിലൂടെ അത് കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വളരെ ശ്രദ്ധയോടെ വളരെ ജാഗ്രതയോടെ കുതിരപ്പുറത്ത് ഇരിക്കേണ്ടതുണ്ട്. തികച്ചും ദുർഘടമായ വഴിയാണ് കുതിര പോകുന്നത്. ആൾക്കാർക്ക് നടന്ന് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. വളരെ ദുർഘടം പിടിച്ച വഴി. അതാണ് ആൾക്കാർ കയറി വരുന്ന വഴി. കുട്ടയിൽ ചുമക്കുന്നവരും അതിലെയാണ് ആൾക്കാരെ ചുമന്ന് കയറ്റുന്നത് കാണാം. ഇതാ മുകളിൽ കൂടെ ഹെലികോപ്റ്റർ പോവുകയാണ്. കേദാർനാഥിലേക്കുള്ള ഹെലികോപ്റ്റർ മുകളിൽ കൂടെ പോകുന്നത് കാണാം. കേദാർനാഥ് അമ്പലത്തിന്റെ മുകൾ തട്ടാണ് ഈ വെള്ളി മൂടി കിടക്കുന്ന പർവ്വതനിര. അത് മഞ്ഞ് കട്ടകൾ കൊണ്ട് നിറഞ്ഞപ്പോഴാണ് വെയിൽ തട്ടുമ്പോൾ അത് വെള്ളി പൊതിഞ്ഞതുപോലെ നമ്മൾ കാണുന്നത്. കേദാർനാഥിനെ കുറിച്ചൊരു പ്രധാനപ്പെട്ട ഐതിഹ്യമുള്ളത്, പണ്ട് മോക്ഷപ്രാപ്തിക്കായി പാണ്ഡവർ പരമശിവനെ തേടി കൈലാസത്തിലെത്തി. എന്നാൽ അദ്ദേഹം അവിടെ നിന്നും പാണ്ഡവർക്ക് ദർശനം അനുവാദം നൽകാതെ പോവുകയും ചെയ്തു. ഭഗവാനെ അന്വേഷിച്ച് യാത്ര തുടർന്ന പാണ്ഡവർ ഹിമാലയത്തിൽ മേഞ്ഞു നടക്കുന്ന ഗോക്കളുടെ കൂട്ടത്തിൽ ഭഗവാനെ കാണുകയും ഭഗവാൻ അതിൽ കാളയായി മറിഞ്ഞിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഉടൻ ഭീമസേനൻ ഭീമാകാരനായി ഗോക്കൂട്ടത്തിനു മുകളിൽ നിലകൊള്ളുകയും ചെയ്തു. ഈ സമയം ശിവഭഗവാൻ കാളയുടെ രൂപത്തോടെ ഭൂമിക്കടിയിലേക്ക് മറയാൻ ശ്രമിക്കുന്നു. ഇത് മനസ്സിലാക്കിയ ഭീമസേനൻ കാളയെ പിടിച്ച് നിർത്താൻ ശ്രമിക്കുകയും അതിന്റെ മുതുകിലെ മുഴയിൽ പിടിച്ച് നിർത്തുകയും ചെയ്യുന്നു. ഭീമൻ തൊട്ടപ്പോൾ ആ ഭാഗം പാറയായി മാറി. പിന്നീട് പാണ്ഡവർ അവിടെ ഒരു ക്ഷേത്രവും പണിതു. പിന്നെ നൂറ്റാണ്ടുകൾക്ക് ശേഷം ശങ്കരാചാര്യരാണ് ഈ ക്ഷേത്രം പുനർനിർമ്മിച്ചത് എന്നാണ് വിശ്വാസം. അതങ്ങനെയാണ് അതിന്റെ ചരിത്രവും. ശങ്കരാചാര്യർ അന്നുണ്ടാക്കിയ നിയമവും വ്യവസ്ഥകളും തന്നെയാണ് ഇന്നും കേദാർനാഥിൽ പിന്തുടരുന്നത്. യാത്രാനുഭവങ്ങളും ദൃശ്യങ്ങളും കൂടുതൽ അറിയാൻ ത്രിലോക് ഭാരതി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.